കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സൂര്യയുടെയും രാജീവിൻ്റെയും പിടിയിൽ അകപ്പെടാതിരിക്കാനായി സുധീഷ് നിധിയെയും കൊണ്ട് ഒരു പോലീസ് സ്റ്റേഷനകത്തേക്ക് ഓടിക്കയറുന്നുണ്ട്. പേടിയോടെ സുധീഷിന് പുറകിൽ ഒളിച്ചു നിൽക്കുന്ന നിധിയെ രാജീവ് ബലമായി കയ്യിൽ പിടിച്ചു വലിച്ചോണ്ട് അരുണിനോടായി പറയുന്നുണ്ട്, കേസ് കൊടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിലും സുധീഷിനെ വെറുതെ വിടരുതെന്ന്. എന്നിട്ട് എസ്ഐയോടായി പറയുന്നുണ്ട്, സാർ ഞാൻ എൻ്റെ മോളെയും കൊണ്ട് പോവാണെന്ന്. വേഗം പോവാം അങ്കിൾ, അരുണേ വാ വേഗം പോവാം എന്ന് പറഞ്ഞ് സൂര്യ തിരക്ക് കൂട്ടുമ്പോഴേക്കും രാജീവും അവളെയും കൊണ്ട് നടന്നു നീങ്ങുന്നുണ്ട്. അത് കാണാൻ ആകെ ടെൻഷനോടെ സുധീഷും എസ്ഐയുടെ അരികിലേക്ക് ചെന്ന്, സാർ എന്തെങ്കിലും ചെയ്യണം സാർ, പ്ലീസ് സാർ എന്ന് പറയുമ്പോഴേക്കും എസ്ഐയും രാജീവിനെ വിളിക്കുന്നുണ്ട്. ഹലോ രാജീവ് സാർ, ഇങ്ങോട്ട് വരണം. സംഗതി നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലായി. പക്ഷേ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറി വന്നതല്ലേ ഈ കുട്ടികള്, അവരോട് ഞങ്ങൾക്ക് സംസാരിക്കണ്ടേ? ചുമ്മാതങ്ങ് ഇറക്കിക്കൊണ്ട് പോകുന്നത് ശരിയാണോ? വരണം എന്ന് പറയുമ്പോഴേക്കും രാജീവ് വീണ്ടും നിധിയും കൊണ്ട് അകത്തേക്ക് കയറുന്നുണ്ട്. എസ്ഐ രാജീവിന്റെ മുൻപിലേക്ക് ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലേ സാറേ എന്ന് പറഞ്ഞ് സുധീഷിനെ നോക്കിക്കൊണ്ട്, എടാ മോനെ ഇങ്ങോട്ട് വന്നേന്ന് പറയുന്നുണ്ട്. സുധീഷും അവരുടെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോഴേക്കും, എടാ മോനെ ഇവര് പറയുന്നു നീ തട്ടിക്കൊണ്ട് പോന്നതാണെന്ന്, നീ പറയുന്നു നിങ്ങളെ കൊല്ലാൻ വരുന്നു. ഏതാ ശരി? സത്യത്തിൽ ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? ഉള്ള സത്യം സത്യമായിട്ട് പറഞ്ഞാ നിനക്ക് നല്ലത്. പറഞ്ഞോ, എന്താ ഉണ്ടായേ എന്ന് എസ്ഐ ചോദിക്കുമ്പോഴേക്കും ഒന്നും മിണ്ടാതെ സുധീഷ് നിൽക്കണ കണ്ട് എസ്ഐയും ദേഷ്യത്തോടെ എഴുന്നേറ്റ് അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചോണ്ട്, പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് നാണം കളിക്കുന്നോടാ, പിടിച്ചു നിന്റെ കൂമ്പുവാട്ടം സത്യം പറയടാ എന്ന് പറയുമ്പോഴേക്കും നിധിയും ദേഷ്യത്തോടെ അച്ഛന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട്, സാറേ എന്നെ ആരും തട്ടിക്കൊണ്ട് പോയിട്ടില്ലെന്ന് വിളിച്ചു പറയുന്നുണ്ട്. രാജീവും താക്കീതോടെ നിധി എന്ന് വിളിക്കുമ്പോഴേക്കും, ഞാനാ സുധീഷിന്റെ കൂടെ പോന്നതെന്ന് നിധി വിളിച്ചു പറയുന്നുണ്ട്. അത് കേൾക്കെ എസ്ഐയും, കേട്ടില്ലേ സാർ ഇതെന്താ ഇങ്ങനെയെന്ന് രാജീവിനോട് ചോദിക്കുന്നുണ്ട്. സൂര്യയും ആകെ ദേഷ്യത്തോടെ മുഖത്ത് നോക്കി നുണ പറയുന്നോടി എന്നലറിക്കൊണ്ട് അവളുടെ നേരെ ചെല്ലുമ്പോഴേക്കും അവളും സൂര്യയെ പിടിച്ച് തള്ളുന്നുണ്ട്. താഴേക്ക് വീണ സൂര്യയും ദേഷ്യത്തോടെ അവിടെ നിന്ന് എണീറ്റുകൊണ്ട്, കണ്ടില്ലേ അരുൺ എന്ന് ചോദിക്കുന്നുണ്ട്. നിധിയും ആകെ ദേഷ്യത്തോടെ താൻ കാരണമായതുണ്ടായത്, താൻ ഒറ്റ ഒരുത്തൻ കാരണമായതുണ്ടായതെന്ന് പറയുന്നുണ്ട്. അതുകൾക്ക് രാജീവും ദേഷ്യത്തോടെ, നിധി എന്റെ മോളായി പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ ഞാൻ ഒന്നും ചെയ്യാതിരിക്കുന്നത്, അല്ലെങ്കിൽ നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് കൈ ഉയർത്തുമ്പോഴേക്കും, അടിക്കേണ്ടത് ഇവനെയാ എന്ന് പറഞ്ഞ അരുണും സുധീഷിന്റെ നേരെ പാഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒരു പോലീസുകാരനും അരുണിനെ തടഞ്ഞോണ്ട്, നില്ല് നമുക്ക് പരിഹാരമുണ്ടാക്കാം, സാറുണ്ടല്ലോ ഇവിടെ എന്ന് പറയുന്നുണ്ട്. എസ്ഐയും തന്റെ ചെയറിലേക്ക് ഇരുന്നുകൊണ്ട്, കുട്ടി അച്ഛൻ തന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുവല്ലേ, അതിൻ്റെ ഇടയിലെ ഇവന്റെ കൂടെ ഇറങ്ങിപ്പോന്നത് എന്തിനാ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ സൂര്യയും ദേഷ്യത്തോടെ, പ്രേമമാണോടി എന്ന് നിധിയോടായി ചോദിച്ച് സുധീഷിന്റെ നേരെ തിരിഞ്ഞ്, രണ്ടുപേരും കൂടി ഇത്രയും നാളും ലൈൻ വലിച്ചോണ്ടിരിക്കുകയായിരുന്നു. ലവ് ചെയ്യാൻ ഒരാളും ബെഞ്ചിലിരിക്കാൻ ഞാനും അല്ലേടി എന്ന് നിധിയോടായി അലറുന്നുണ്ട്. നിനക്കിവനെ കുറെ കാലമായിട്ട് അറിയാം അല്ലേടി, അതുകൊണ്ടാണ് നീ അന്ന് റോഡിൽ വെച്ച് ഇവനെ സപ്പോർട്ട് ചെയ്തത്. എന്നെ പോലെ കൊള്ളാവുന്ന അന്തസ്സും സ്റ്റാറ്റസും ഉള്ള ഒരാളെ നിനക്ക് വേണ്ട, പകരം ഇവനെ പോലെയുള്ളൊരു കൂറയെ മതി. യു ഷെയിംലെസ് എന്ന് സൂര്യ അലറുമ്പോഴേക്കും രാജീവും സൂര്യ അന്ന് താക്കീതോടെ വിളിക്കുന്നുണ്ട്. അത് കണ്ട എസ്ഐയും അമ്പരപ്പോഴെ നോക്കുമ്പോഴേക്കും, സാർ നോക്കണം സാർ, ഇങ്ങനെയുള്ള ഒരുത്തനാ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നെന്ന് നോക്കണം സാർ, ഇയാളൊരു സൈക്കോ ആണെന്ന് സുധീഷും എസ്ഐയോടായി പറയുന്നുണ്ട്. അത് കേട്ട് രാജീവും ദേഷ്യത്തോടെ സുധീഷിന്റെ അരികിലേക്ക് വന്ന്, ഞങ്ങളുടെ കുടുംബ പ്രശ്നം അതിലിടപെടാൻ നീ ആരടാ, കൊന്നു കളയും ഞാൻ നിന്നെ. ഈ പ്ലാനുമായിട്ടാണ് നീ വീട്ടിലേക്ക് വന്നതല്ലേ, നിധിയെ കടത്തിക്കൊണ്ടുപോവാൻ ഡ്രൈവറായിട്ട് വന്നതാണല്ലേടാ എന്ന് രാജീവ് അവനോട് ചോദിക്കുന്നത് കേട്ട്, സാറേ നിങ്ങളുടെ മകൾ തന്നെയല്ലേ അങ്ങനല്ലെന്ന് പറഞ്ഞതെന്ന് ആ പോലീസുകാരനും ചോദിക്കുന്നുണ്ട്. അതവൾ അറിയാതെ പറയുന്നതാ സാർ, എന്തൊക്കെയോ പറഞ്ഞ് ഇവൻ തന്നെ തട്ടിക്കൊണ്ടു വന്നതാ എന്ന് രാജീവ് പറയുമ്പോ, എന്തൊക്കെയോ പറഞ്ഞുകൊടുത്ത് ഇത്രയും പ്രായമായ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു വരാൻ പറ്റുമോ സാർ എന്ന് എസ്ഐയും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സൂര്യ അവിടെ കിടന്ന് വിളിച്ചു കൂവുന്നുണ്ട്, അങ്കിൾ സമയം പോവാണ്, ഇപ്പൊ പോണം, വേഗം ഇവളെയും കൂട്ടി ഇറങ്ങാൻ നോക്കുന്നു. ഇല്ല ഞാൻ വരില്ലെന്ന് നിധി പറയുമ്പോഴേക്കും, നിധി എന്ന് രാജീവും വിളിക്കുന്നുണ്ട്. സൂര്യയും ദേഷ്യത്തോടെ, അങ്കിൾ ഇവളെ ഞാൻ എന്ന് പറഞ്ഞ് കയ്യൊങ്ങുമ്പോഴേക്കും അരുണും അവനെ തടയുന്നുണ്ട്. രാജീവ് അരുൺ എന്ന് വിളിക്കുമ്പോഴേക്കും സൂര്യ ഒരു മിനിറ്റ് എന്ന് അരുണും പറയുന്നുണ്ട്. എന്താന്ന് സൂര്യ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ, ഒന്ന് പുറത്തേക്ക് വന്ന് അരുണും. ഞാൻ എന്തിനു വരണം എന്ന് സൂര്യ അലറുമ്പോഴേക്കും, ആ സൂര്യ എന്ന് പറഞ്ഞ അരുൺ അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് പുറത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പുറത്തേക്ക് കൊണ്ടുപോയി അരുൺ സൂര്യയോടായി പറയുന്നുണ്ട്, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം സൂര്യ, ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ചാ നിങ്ങൾ എന്റെ പെങ്ങളെ ആ വൃത്തികെട്ട വാക്കു വിളിച്ചത്. അരുൺ ദേഷ്യത്തോടെ പറയുമ്പോ, ഓ അത് ശരി, ഇപ്പോ ഞാൻ പറഞ്ഞതാണോ കുറ്റം, ഞാനായോ തെറ്റുകാരൻ? എന്റെ അനിയത്തി അവിടെ വെച്ച് പറഞ്ഞത് കേട്ടോന്ന്, അവൾ അവളുടെ ഇഷ്ടപ്രകാരം ആ ഡ്രൈവറുടെ കൂടെ ഓടി പോന്നതാണെന്ന്. അത് കേട്ടപ്പോ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലേ? ഇല്ലെന്ന്
അച്ഛനെ ചെറുപ്പത്തിലെ അറിയാവുന്ന കുടുംബമാണല്ലോ, നല്ല അടക്കത്തോടു കൂടിയ പെണ്ണാണല്ലോ എന്ന് കരുതിയിട്ടിപ്പോ വിവാഹം ആലോചിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇപ്പൊ എല്ലാവരുടെ മുന്നിലും ഞാൻ നാണം കെട്ടില്ലേ എന്ന് ദേഷ്യത്തോടെ അലറിക്കൊണ്ട് സൂര്യ ആ വരാന്തയിലിട്ട ബെഞ്ചിലേക്ക് ഇരിക്കുന്നുണ്ട്. അവന്റെ അടുത്തേക്ക് ചെന്ന് സൂര്യ ഒന്ന് ടെൻഷൻ ആവാതിരിക്കെ, അച്ഛൻ അവളോട് സംസാരിച്ച് അവളെ കൂട്ടിക്കൊണ്ടുവരും. നിങ്ങളിപ്പോ എന്ത് പറഞ്ഞാലും അവൾക്ക് ദേഷ്യം വരികയേ ഉള്ളൂ എന്ന് പറയുന്നത് കേട്ട് സൂര്യയും ദേഷ്യത്തോടെ, അത് ശരി, എന്റെ സംസാരം കേട്ടാ ദേഷ്യം വരും, ആ ഡ്രൈവർ മിണ്ടിയാലോ, അവൾ ഹാപ്പി എന്ന് പറഞ്ഞൊരു ഭ്രാന്തന്റെ പോലെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് സൂര്യ. ആരടാ അവൻ? ആരാ? എന്റെ സ്റ്റാറ്റസ് എന്താ, അവന്റെ സ്റ്റാറ്റസ് എന്താ? അടുത്ത് ചെന്നപ്പോ തന്റെ അനിയത്തി എന്നെ തള്ളി മാറ്റുകയാണ് ഉണ്ടായത്. എന്നിട്ട് അവനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നു. എളുപ്പമില്ലാതെ അത് കണ്ടു നിന്നിട്ട് താൻ എന്നെ ഉപദേശിക്കാൻ വരണ്ട കേട്ടോ എന്ന് സൂര്യ ദേഷ്യത്തോടെ പറയുമ്പോ, സൂര്യ കുറച്ചു നേരം കൂടി ഒന്ന് ക്ഷമിക്ക്, കുറച്ചു നേരം ഇവിടെ ഇരിക്കെ, ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞ് അരുൺ അകത്തേക്ക് പോകുമ്പോഴേക്കും സൂര്യയും ദേഷ്യത്തോടെ അവിടെ നിൽപ്പുണ്ട്. ഇവിടെ SIയുടെ മുമ്പിലിരിക്കുന്ന രാജീവിനെയും നിധിയെയും അരികെ തന്നെ നിൽക്കുന്ന സുധീഷിനെയുമാണ് കാണിക്കുന്നത്. നാളെ കല്യാണം തീരുമാനിച്ചിട്ട് ഇന്നിറങ്ങിപ്പോയാ എന്താ മോളെ അർത്ഥം? നീ അച്ഛനെ കുറിച്ച് ആലോചിച്ചോ എന്ന് ടെൻഷനോടെ രാജീവ് നിധിയോടായി ചോദിക്കുന്നുണ്ട്. അച്ഛൻ എന്നെ കുറിച്ച് ആലോചിച്ചോ? ഈ കല്യാണം വേണ്ടാന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു, ആരെങ്കിലും കേട്ടോ എന്നവൾ ടെൻഷനോടെ ചോദിക്കുമ്പോഴേക്കും അത് കേട്ടോണ്ട് അങ്ങോട്ട് കയറി വന്ന അരുണും ദേഷ്യത്തോടെ, അതുകൊണ്ട് നീ ഇങ്ങനെ ഇറങ്ങിപ്പോവോ? നീ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി പോയെന്ന് നാട്ടുകാർ പറയുന്നതും കേട്ട് നാണം കിട്ട് നിൽക്കണോ ഞങ്ങള് എന്ന് അരുൺ ചോദിക്കുന്നത് കേട്ട്, അയ്യോ അപ്പോഴേക്കും നാട്ടുകാർ മറിഞ്ഞോ എന്ന് സുധീഷും ആലോചനയോടെ നിൽപ്പുണ്ട്. ജീവും ആകെ ദേഷ്യത്തോടെ, വാടി ഇവിടുന്ന് പോവുക എന്ന് പറഞ്ഞ് നിധിയുടെ കൈ പിടിക്കുമ്പോഴേക്കും അവൾ അത് തട്ടി മാറ്റിക്കൊണ്ട്, ഇല്ല ഞാൻ വരില്ലെന്ന് പറയുന്നുണ്ട്. അജീവും ദേഷ്യത്തോടെ എഴുന്നേറ്റുകൊണ്ട് വീണ്ടും അതേ പല്ലവി പാടിക്കൊണ്ടിരിക്കുകയാണോ? എന്ത് വിചാരിച്ച് വെച്ചേക്കുന്നേ, അടിച്ചു നിന്നെ എന്ന് രാജീവൻ പറയുമ്പോഴേക്കും അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട്, എന്താ സാർ ഇത്, ഒന്ന് സമാധാനമായിട്ട് സംസാരിക്കുന്ന പറയുന്നുണ്ട്. പെൺകുട്ടികളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്ന് ചോദിച്ചോണ്ട് അരികെ നിൽക്കുന്ന പോലീസുകാരൻ ഗോപിയേട്ടനെ വിളിച്ച് ആംഗ്യത്തിലൂടെ നിർദ്ദേശം നൽകുന്നുണ്ട്. ഗോപിയേട്ടൻ അത് കണ്ട് സുധീഷിനെ വിളിക്കുമ്പോഴേക്കും അവനും പരുങ്ങലോടെ എന്താ സാർ എന്ന് ചോദിച്ച് നിൽപ്പുണ്ട്. അത് കാണെ ആ പോലീസുകാരനും നടക്കട അങ്ങോട്ടെന്ന് പറഞ്ഞ് സുധീഷിനെ പിടിച്ചു വലിച്ചോണ്ട് പോകുന്നുണ്ട്. അവനെ കൊണ്ടുപോകുന്നത് കണ്ട് നിധിയും ടെൻഷനോടെ സീറ്റിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് പരിഭ്രമത്തോടെ അച്ഛനെ നോക്കുന്നുണ്ട്. അകത്തേക്ക് കൊണ്ടുപോയ ഗോപിയേട്ടൻ സുധീഷിനോടായി ശരിക്കും എന്താണ് വിഷയം എന്ന് ചോദിക്കുന്നുണ്ട്. സാർ ദയവായി നിധിയെ അവരുടെ കൂടെ അയക്കരുത്, അവരവളെ ആ ചെറുക്കനെ കൊണ്ട് കെട്ടിക്കും. സാർ ഞാൻ പറഞ്ഞില്ലേ, അവൻ ശരിക്കും ഒരു സൈക്കോയാ, അവൾക്ക് അവനെ പിടിക്കാത്തോണ്ടാ ഞങ്ങൾ അവിടുന്ന് പോന്നത് എന്ന് സുധീഷ് വെപ്രാളത്തോടെ പറയുമ്പോഴേക്കും അവനെ ഇരുത്തി നോക്കിയൊന്ന് മൂളിക്കൊണ്ട്, അവൾക്ക് അവനെ പിടിച്ചില്ല, സമ്മതിച്ചു, അതിനെന്തിനാ നിന്റെ കൂടെ ഇറങ്ങി വന്നതെന്ന് ഗോപിയേട്ടൻ ചോദിക്കുന്നുണ്ട്. ഇനി അവക്ക് നിന്നെയാണോ പിടിച്ചത് എന്ന് ചോദിച്ചോണ്ട് ഗോപിയേട്ടനും കളിയാക്കി ചിരിച്ചോണ്ട് നിൽക്കുമ്പോഴേക്കും സുധീഷും നാണത്തോടെ ചിരിച്ചോണ്ട്, അല്ല സാർ ആ കുട്ടി എന്ന് പറയുമ്പോഴേക്കും ഇഷ്ടമാണ് എന്ന് ചിരിയോടെ ഗോപിയേട്ടനും പറയുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും നാണത്തോടെ, പക്ഷേ അതുകൊണ്ടൊന്നുമല്ല സാറേ ഞങ്ങൾ ഓടിപ്പോന്നത് എന്നവൻ പറയുമ്പോൾ ഗോപിയേട്ടനും കളിയാക്കി ചിരിക്കുന്നുണ്ട്. സാറേ ആ സൈക്കോയെ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി അവളെ എവിടെ നിന്ന് കൊണ്ടുപോകുമെന്ന് എന്നോട് ചോദിച്ചതാ എന്ന് സുധീഷ് പറയുമ്പോൾ എന്റെയും ചോദ്യം അതാടാ, അതെന്തിനാണ് നിന്നോട് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞതെന്ന് ഗോപിയേട്ടൻ ചോദിക്കുന്നുണ്ട്. ദേഷ്യം ചിരിയോടെ, സാറേ അതൊക്കെ ഒരു വിശ്വാസമല്ലേ സാറേ എന്ന് പറയുമ്പോഴേക്കും, ഓ വിശ്വാസമാണല്ലോ എല്ലാം എന്ന് ഗോപിയേട്ടനും ചിരിയോടെ ചോദിക്കുന്നുണ്ട്. സാറേ നല്ലൊരു കുട്ടിയാ സാറേ, ദയവ് ചെയ്ത് അവളെ അവരോടൊപ്പം പറഞ്ഞയക്കരുത് എന്ന് സുധീഷ് പറയുമ്പോൾ, അതെ അത് തീരുമാനിക്കേണ്ടത് അവളാണെന്ന് ഗോപിയേട്ടനും പറയുന്നുണ്ട്. അല്ല പോവാൻ ഇഷ്ടമല്ലെന്ന് അവൾ പറഞ്ഞില്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, ഇപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായി, എനക്കും ആ കുട്ടിക്കും തമ്മിൽ പ്രേമം, അതറിയാതെ ആ വീട്ടുകാരെ വേറൊരു ചെക്കനെ അവൾക്ക് കല്യാണം ആലോചിച്ചു. അപ്പോ അതൊഴിവാക്കാനായി നിങ്ങൾ രണ്ടുപേരും കൂടി ഒളിച്ചോടി പോന്നു, അതെല്ലാടാ സത്യം എന്ന് ഗോപിയേട്ടനും ചോദിക്കുന്നുണ്ട്. കുട്ടികൾക്ക് സുധീഷും ആലോചനയോടെ, ഇവർ മുഴുവൻ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ ആ റൂട്ട് പോകുന്നതാ ബുദ്ധി, മോനെ മനസ്സിൽ ലഡ്ഡു പൊട്ടി എന്ന് ചിരിയോടെ ചിന്തിച്ചോണ്ട്, പക്ഷേ രക്ഷപ്പെടാനുള്ള വഴി കിട്ടി പോണം എന്നവൻ ചിന്തിക്കുന്നുണ്ട്. ശരിയല്ലേടാ എന്ന് ഗോപിയേട്ടൻ ചോദിക്കുമ്പോൾ അവൻ ചിന്തകളിൽ നിന്നുണർന്ന്, സാറേ സാറൊരു വല്ലാത്ത സംഭവം തന്നെയാ കേട്ടോ എന്നവൻ ഗോപിയേട്ടനെ പൊക്കി പറയുന്നുണ്ട്. എടാ ഈ കാക്കിക്കുള്ളിൽ കയറിയിട്ട് 10-30 കൊല്ലമായിടാ, ഒരു മായവും ഈ ഒടിയന്റെ മുമ്പിൽ നടക്കത്തില്ല, കള്ള കാമുക. ഡ്രൈവർ പണിക്ക് പോയാലേ ആ പണിയെ നോക്കി മര്യാദയ്ക്ക് നടക്കണം, അതല്ലാതെ ആ വീട്ടിലെ കുട്ടിയെ കണ്ണും കയ്യും കാണിച്ച് മയക്കി പൊക്കിയെടുത്തോണ്ട് പോയാലേ വീട്ടുകാര് സഹിക്കുമോടാ എന്ന് ഗോപിയേട്ടൻ ചോദിക്കുമ്പോ, സാറേ അങ്ങനെയല്ല, സാറ് പറയുന്നതിലെ പകുതിയും ശരിയാണ്, പക്ഷേ ബാക്കി സാറിൻ്റെത് ഇമാജിനേഷൻ സ്കില്ല എന്ന് സുധീഷ് പറയുമ്പോ, എന്ന് വെച്ചാ എന്ന് ഗോപിയേട്ടനും ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാ എനിക്ക് ആ കുട്ടിയെ ഇഷ്ടമാ
എന്നവൻ പറയുന്നത് കേട്ട് ഇത് തന്നെയല്ലേടാ ഞാനിപ്പോ പറഞ്ഞെന്ന് ഗോപിയേട്ടനും ചോദിക്കുന്നുണ്ട്. പക്ഷേ സാറേ ഞങ്ങൾ ഓടിപ്പോന്നത് അതുകൊണ്ടൊന്നുമല്ല എന്ന് സുധീഷ് പറയുമ്പോ ഓടിപ്പോന്നതാണെന്ന് നീ സമ്മതിച്ചു എന്ന് ഗോപിയേട്ടനും പറയുന്നുണ്ട്. അത് സാറേ നമ്മൾ വണ്ടിയിൽ പോരുമ്പോ അവര് നമ്മളെ പിടിക്കാനായി വന്നപ്പോ ഇങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടാനായി സ്റ്റേഷനിലോട്ട് ഓടി വന്നിട്ട് അങ്ങനെയാ നടന്നത് എന്ന് സുധീഷ് പറയുന്ന കേട്ട് ഗോപിയേട്ടനും അവനെ നോക്കി ചിരിക്കുന്നുണ്ട്. സാറേ ആ കുട്ടിയെ അവരുടെ കൂടെ വിട്ട ആ സായിക്കോ അവളെ കൊല്ലും. അവള് രക്ഷപ്പെടുത്താൻ പറഞ്ഞപ്പോ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതാ സാറേ. അല്ലാതെ വേറെ ആളുകൾ പറയുന്നത് പോലെ അവളുടെ സ്വത്തിലൊന്നും എനിക്ക് ഒരു താല്പര്യവുമില്ല സാറേ. സാറേ സത്യമായിട്ടും എന്ന് പറഞ്ഞ് സാറേ സാറാണ് സത്യം എന്ന് പറഞ്ഞ് ഗോപിയേട്ടൻ്റെ തലയിൽ കൈവയ്ക്കാൻ പോകുമ്പോഴേക്കും ഗോപിയേട്ടനും അവൻ്റെ കൈ പിടിച്ചു മാറ്റിക്കൊണ്ട് മതി എന്ന് പറയുന്നുണ്ട്. സാറേ ഇനിയും വിശ്വാസം വരുന്നില്ലെങ്കിൽ സാറ് ചെന്ന് ആ സായിക്കോയുടെ അടുത്ത് ഒരു 5 മിനിറ്റ് സംസാരിച്ച് നോക്ക്. അപ്പോൾ സാറിന് മനസ്സിലാവുമെന്ന് സുധീഷ് പറയുന്നത് കേട്ട് ഗോപിയേട്ടനും ആലോചനയോടെ നിൽപ്പുണ്ട്. സൂര്യ അപ്പോഴും പോലീസ് സ്റ്റേഷന്റെ വരാന്തയിൽ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക. രാജീവിന്റെ ഗുണ്ടകളുടെ ലീഡർ അവനൊരു ചായ കൊണ്ട് കൊടുക്കുമ്പോഴേക്കും തന്നോട് ഞാൻ ചായ ചോദിച്ചോന്ന് അവന്റെ അമ്മൂമ്മയുടെ ഒരു ചായ എന്ന് പറഞ്ഞവൻ ആ ചായ ഗ്ലാസ് വാങ്ങി നിലത്തേക്ക് എറിഞ്ഞോണ്ട് കണ്ണു മുന്നിൽ നിന്ന് പോടാ എടാ പോവാൻ എന്നലറുന്നുണ്ട്. ആകെ ദേഷ്യത്തോടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ അവൻ സ്റ്റേഷനകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. അങ്കിൾ നിങ്ങൾ എന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? അവിടുന്ന് കോളുകൾ വന്നോണ്ടിരിക്കുക. ആളുകൾക്ക് അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഇവൻ സൈക്കോ തന്നെയാണല്ലോ എന്ന് കോൺസ്റ്റബിൾ ഗോപിയേട്ടനും പറയുന്നുണ്ട്. അപ്പോഴേക്കും സൂര്യയും ദേഷ്യത്തോടെ സുധീഷിനെ നോക്കിക്കൊണ്ട് ഇവനാണ് ഇവൻ തന്നെ എന്ന് പറഞ്ഞ് സുധീഷിന്റെ നേരെ ചെല്ലുമ്പോഴേക്കും മാറടോ അങ്ങോട്ട് മാറി നിൽക്കുന്ന എസ് ഐയും പറയുന്നുണ്ട്. അതുകൾക്ക് സൂര്യയും എസ് ഐയുടെ മുന്നിലിട്ട കസേരയിലേക്ക് ഇരുന്നുണ്ട്. സാർ എനിക്കിപ്പോ എല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞ് സുധീഷിനെ നിധിയെ നോക്കിക്കൊണ്ട് നിങ്ങൾ രണ്ടുപേരും കോളേജിൽ വെച്ച് തുടങ്ങിയ ലവ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതുകൾക്ക് സുധീഷും നിധിയും അമ്പരപ്പോടെ പരസ്പരം നോക്കുമ്പോഴേക്കും ഇവളാണ് നിന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. തിരുവനന്തപുരത്ത് നിന്നും തക്കല വരെ നീ ഇവൾക്ക് വേണ്ടി വന്നു. എന്നിട്ട് രണ്ടുപേരും കൂടി ആരും അറിയാതെ ഓരോ വീട്ടിൽ ലവ് ബേർഡ്സിനെ പോലെ അങ്ങ് കഴിഞ്ഞു അല്ലേടി എന്ന് സൂര്യ ചോദിക്കുന്നത് കേട്ട് ഇഷ്ടമാവാതെ നിധിയും ദേഷ്യത്തോടെ അവിടെ ഇരുന്ന ഫയൽ എടുത്ത് അവന്റെ നേരെ വലിച്ചെറിയുന്നുണ്ട്. അത് കണ്ട് അരുണും നീയും തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും നിന്നെ ഞാനെന്ന് പറഞ്ഞ് സൂര്യ ആ നിലത്ത് വീണ ഫയലെടുത്ത് അവളെ എറിയാനായി തുടങ്ങുന്നുണ്ട്. അരുൺ ചെന്ന് അവനെ പിടിച്ചു മാറ്റുമ്പോഴേക്കും കുറെ നേരമായല്ലോ താൻ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നു. കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് അരുണും ചോദിക്കുന്നുണ്ട്. അത് കാണെ കോൺസ്റ്റബിൾ ഗോപിയേട്ടനും സുധീഷിനോട് ശബ്ദം താഴ്ത്തി പറയുന്നുണ്ട്. ഇവന്റെ കൂടെ ജീവിക്കുന്നത് ഇത്തിരി കഷ്ടമായിരിക്കുമെന്ന്. അതാണ് സാറേ ഞാനും പറഞ്ഞത്. ഈ കുട്ടി ഒരു പാവമാണെന്ന് സുധീഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും എസ് ഐ രാജീവിനോടായി പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മോളോടൊന്ന് സംസാരിക്കേ, അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കേ, എന്നിട്ട് വന്നൊരു തീരുമാനം പറ, അപ്പൊ നോക്കാമെന്ന്. എനിക്കൊന്നും നോക്കാനില്ല, എന്റെ മോളാണെങ്കിൽ ഞാൻ കൊണ്ടുപോയിരിക്കും എന്ന് രാജീവും ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ഈ കുട്ടിയെ പറഞ്ഞയക്കരുത് സാർ, ഇതിനെ എല്ലാരും കൂടി കൊലയ്ക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഇവളെ ഈ വെളിവില്ലാത്തവനെ പിടിച്ചു കെട്ടിച്ചു കൊടുക്കും എന്ന് സുധീഷ് പറയുന്നത് കേട്ട് ആരടാ വെളിവില്ലാത്തവൻ ആരടാ എന്ന് ചോദിച്ച് സൂര്യ സുധീഷിന്റെ നേരെ നടന്നെടുക്കുമ്പോഴേക്കും അരുൺ അവനെ പിടിച്ചു മാറ്റുന്നുണ്ട്. രണ്ടായാലും ഒന്ന് തന്നെ സാറേ എന്ന് സുധീഷ് പറയുമ്പോ അങ്ങനെയൊന്നും ഇറക്കിക്കൊണ്ട് പോവാൻ പറ്റില്ലടോ, ഈ കുട്ടി പോവില്ലെന്നല്ലേ പറയുന്നതെന്ന് എസ് ഐയും ചോദിക്കുന്നുണ്ട്. രാജീവും അത് കേട്ട് ദേഷ്യത്തോടെ നിങ്ങൾ ഇവളെ പറഞ്ഞയക്കാൻ ഞാൻ ആരെയാ വിളിക്കേണ്ടത്? ഐജിയെ വിളിക്കണോ? ഐജിയെ കൊണ്ട് ഞാനിപ്പോ വിളിപ്പിക്കണോന്ന് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോ സാറേ ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കാ, ഇതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇവിടെ വരെ എത്തിച്ചത് എന്ന് സുധീഷും പറയുന്നുണ്ട്. രാജീവ് അപ്പോഴേക്കും തന്റെ മൊബൈൽ എടുത്ത് ഐജിയെ വിളിക്കാൻ ഒരുങ്ങുന്ന കണ്ട് സാറേ ഐജി ആണെങ്കിലും ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്ക്, അതിനു മുമ്പ് നിങ്ങളുടെ മകളോടൊന്ന് സംസാരിക്ക്, താനും ചെല്ലുന്ന അരുണിനോടായി പറഞ്ഞുകൊണ്ട് ഇയാൾ വേണ്ടെന്ന് സൂര്യയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എസ് ഐ പറയുന്നുണ്ട്. എന്നിട്ട് വാ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ ചെല്ലേ എന്ന് എസ് ഐ പറയുമ്പോഴേക്കും രാജീവ് ദേഷ്യത്തോടെ അവളെ നോക്കുന്നത് കണ്ട് നിധിയും ആകെ പരിഭ്രമത്തോടെ നിൽപ്പുണ്ട്. പിന്നീട് രാജീവും നിധിയും സംസാരിക്കാനായി ഒരിടത്തിരിക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ നിൽക്കുന്ന അരുണും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ഇനി എന്താച്ചാ അവളോട് സംസാരിക്കാനുള്ളത്? കാരണം നോക്കിയൊന്ന് പൊട്ടിച്ചെടുത്ത് വണ്ടിയിലേക്ക് കൊണ്ടുപോവാം എന്ന് പറയുമ്പോഴേക്കും രാജീവനവനെ തടയുന്നുണ്ട്. നാട് മുഴുവൻ കല്യാണം ക്ഷണിച്ചു, സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ ഇപ്പൊ വീട്ടിലെത്തി കാണും. ഈ സമയത്ത് തന്നെ നീ ഇങ്ങനെ കാണിക്കുമെന്ന് അച്ഛൻ ഒട്ടും വിചാരിച്ചില്ല മോളെ. ഈ സമയത്ത് നിശ്ചയവും കഴിഞ്ഞ് ഇലയിടേണ്ട നേരമാ. ആ സമയത്ത് തന്നെ നാട്ടുകാരും ബന്ധുക്കളും പറയണം രാജീവ് ശങ്കറിന്റെ മോളെ വീട്ടിലെ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി പോയെന്ന്. അല്ലേ അച്ഛന് വലിയ വിലയാ മോൾ ഉണ്ടാക്കി തന്നത് എന്ന് സങ്കടത്തോടെ രാജീവ് പറയുമ്പോ ഞാൻ ആരുടെയും കൂടെ ഒളിച്ചോടി പോന്നതൊന്നുമല്ല അച്ഛാ എന്ന് നിധിയും പറയുന്നുണ്ട്. അത് കേൾക്കെ അരുണും ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് വന്നിരുന്നോണ്ട് നാണമില്ലാതെ രാത്രിക്ക് രാത്രി അവന്റെ ഒപ്പം ഇറങ്ങിപ്പോയിട്ട് അച്ഛന്റെ മുഖത്ത് നോക്കി കള്ളം പറയുന്നോടി, എത്ര നാളായിട്ട് നിനക്ക് അവനെ അറിയാമെന്ന് പറ എന്ന് അരുൺ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ല അരുണേട്ടാ എന്ന് നിധി ടെൻഷനോടെ പറയുമ്പോഴേക്കും ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത് എന്ന് അരുണും പറയുന്നുണ്ട്.
രാജീവും ടെൻഷനോടെ പറയുന്നുണ്ട്. ഞാൻ മുന്നിൽ വന്ന് നിന്നപ്പോഴാ നീ അവന്റെ കൈയും പിടിച്ച് ഓടിപ്പോയത്. അത് കണ്ടപ്പോ എനിക്കെല്ലാം മനസ്സിലായി. എന്തു കുറവാ നിനക്ക് വീട്ടിലുണ്ടായിരുന്നത്? എന്താ നിനക്കില്ലാത്തത്? എന്തു പറഞ്ഞിട്ടാ ആ വൃത്തികെട്ടവൻ നിന്റെ മനസ്സിൽ കയറിക്കൂടിയത് എന്നൊക്കെ രാജീവ് ചോദിക്കുമ്പോൾ, ഒരു കാര്യം നീ ഉറപ്പിച്ചോ, നിന്നെ ഇവിടുന്ന് കൊണ്ടുപോയാലും ശരി അവനെ ഞങ്ങള് വെറുതെ വിടാൻ പോകുന്നില്ല, കൊന്നു കളയും ഞങ്ങള് എന്ന് അരുണും പറയുന്നുണ്ട്. നിങ്ങൾ ആരും എന്താ ഞാൻ പറയുന്നത് കേൾക്കാത്തെ എന്ന് നിധി ചോദിക്കുമ്പോൾ, നാട്ടുകാരുടെ മുന്നിൽ നീ ഞങ്ങളെ തല ഉയർത്തി നടക്കാൻ പറ്റാതാക്കി. ഇതുവരെ ആൾക്കാർക്ക് എന്നോടൊരു മതിപ്പുണ്ടായിരുന്നു. രാജീവ് ശങ്കർ എന്ന് കേട്ട ഒരു ബഹുമാനമുണ്ടായിരുന്നു. ഇനി അവര് കളിയാക്കി ചിരിച്ചോളും. ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി പോയ പെണ്ണിന്റെ അച്ഛനെന്നേ ആൾക്കാർ എന്നെ പറ്റി പറയൂ. ഇത്രയും കാലം കൊണ്ട് ഞാനായിട്ടുണ്ടാക്കിയെടുത്ത അന്തസ്സിനെ നീയും അവനും കൂടി ചവിട്ടി മെതിച്ചില്ലേ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ, ഇത്രയും നടന്നിട്ടും സൂര്യ നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞ് അവിടെ നിൽക്കുക. അതെത്ര വലിയ കാര്യമെന്ന് നിനക്കറിയോ? അങ്ങനെ ഒരാളെയാ നീ വേണ്ടാന്ന് വെക്കുന്നത് എന്ന് അരുണും പറയുന്നുണ്ട്. അത് കേൾക്കെ നിധിയും ദേഷ്യത്തോടെ എഴുന്നേറ്റുകൊണ്ട്, എനിക്ക് അയാളെ ഇഷ്ടമല്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു? എനിക്ക് അയാളെ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ അച്ഛാ, അപ്പോ ആരും കേട്ടില്ലല്ലോ. അതുകൊണ്ടല്ലേ എനിക്ക് വീട് വിട്ട് പോരേണ്ടി വന്നതെന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അവനെ നിനക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല? കാലത്തിനു മുമ്പേ നീ ഈ ഡ്രൈവറെ ഇഷ്ടപ്പെടാൻ തുടങ്ങി, അതല്ലേ കാരണം? ആ തെണ്ടിയോടുള്ള പ്രേമം കാരണമല്ലേ ഞാൻ ഫിക്സ് ചെയ്ത വിവാഹം നീ വേണ്ടെന്ന് വെച്ചത്? നീ രാജകുമാരിയെ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നീയോ കുപ്പ തൊട്ടിയിൽ കിടക്കാൻ അല്ലേടി? എത്ര നാളായിട്ട് നിനക്ക് അവനെ അറിയാം, പറ എന്ന് രാജീവ് ചോദിക്കുന്നുണ്ട്. അച്ഛാ, നിങ്ങളൊക്കെ കരുതുന്നത് പോലെ ഞാൻ അയാളുടെ കൂടെ ഓടിപ്പോന്നതല്ല. ഞാൻ വീട് വിട്ട് വന്നത് അയാളോടുള്ള ഇഷ്ടം കൊണ്ടല്ലച്ചാ, എനിക്ക് സൂര്യ ഇഷ്ടപ്പെടാൻ പറ്റാത്തോണ്ടാണെന്ന് നിധിയും പറയുന്നുണ്ട്. ആ ഇഷ്ടക്കേടിന് കാരണം അവനല്ലേടി എന്ന് രാജീവ് പറയുന്നത് കേട്ട് നിധിയും എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്നറിയാതെ ടെൻഷനോടെ ഇരിക്കുന്നുണ്ട്. അവിടെ എസ്ഐയുടെ അടുത്ത് നിൽക്കുകയാണ് സുധീഷും പോലീസ് കോൺസ്റ്റബിൾ ഗോപിയേട്ടൻ എസ്ഐയോടായി പറയുന്നുണ്ട്, ആ കുട്ടിക്ക് ആ ചെറുക്കനെ ഇഷ്ടമല്ല. ഇവനോടാണെങ്കിൽ ഒരിതും. ഈ കല്യാണം വേണ്ടാന്ന് വീട്ടിൽ പറഞ്ഞു നോക്കി, അവര് കേട്ടില്ല. അങ്ങനെ ഇവന്റെ കൂടെ ഇറങ്ങിപ്പോന്നു എന്ന് പറയുന്നത് കേട്ട് തിരിച്ചു പോകുമെന്ന് തോന്നുന്നില്ല അല്ലേ എന്ന് എസ്ഐയും ചോദിക്കുന്നുണ്ട്. സാറേ, പോയാ അവര് കല്യാണം നടത്തും സാറേ. ഇതിക്കാണെങ്കിൽ അയാളെ കല്യാണം കഴിക്കാൻ ഒട്ടും ഇഷ്ടമല്ല എന്നവൻ പറയുന്നത് കേട്ട്, എങ്ങനെ ഉണ്ടാവും? നീയല്ലേ അവന്റെ കാമുകനെന്ന് എസ്ഐയും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും നാണത്തോടെ ചിരിക്കുമ്പോഴേക്കും, ഗോപിയേട്ടാ, ഇങ്ങനെയുള്ളവന്മാരെ ഈ വലിയ വീട്ടിലെ പെൺകുട്ടികളെ മാത്രം തെരഞ്ഞു പിടിച്ച് എങ്ങനെയാണ് വളച്ചെടുക്കുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാടാന്ന് സുധീഷിനോട് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും നാണത്തോടെ, ഈ പ്രേമമല്ലേ സാറേ എന്ന് പറയുന്നുണ്ട്. മുട്ടിനു കീഴെ ചൂരല് കൊണ്ട് നല്ലൊരു പ്രയോഗമുണ്ട്, രോഗമേ അതോടങ്ങ് തീർന്നു കിട്ടും എന്ന് എസ്ഐ പറയുമ്പോഴേക്കും, ഇവന്റെ കാര്യം പോട്ടെ സാറേ, അവരാ കുട്ടിക്ക് വേണ്ടി കണ്ടുപിടിച്ച ചെറുക്കനെ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് ഗോപിയേട്ടനും പറയുന്നുണ്ട്. പെണ്ണിന്റെ അച്ഛനെ ആ ഏരിയയിലെ വൻ തോക്ക, ഐജിയൊക്കെ ആയിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉള്ള ആളാ. സ്വന്തം മോളെ ആലോചിക്കാതെയും അന്വേഷിക്കാതെയും ഒക്കെ കെട്ടിച്ചു കൊടുക്കോ എന്ന് എസ്ഐ ചോദിക്കുന്നത് കേട്ട് ടെൻഷനോടെ നിൽക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.